പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണകളും മനോണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. OBS ഫോറം, ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം, 184 എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളോട് ബന്ധപ്പെടുത്തിയാണ് ഇന്നത്തെ മെസ്സേജ്. പരിശുദ്ധാത്മാവ് അഗ്നിനാവുകളുടെ സാദൃശ്യത്തിൽ ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വസിക്കുകയും അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പെന്തക്കോസ്ത് സഭാ വിഭാഗങ്ങൾ വേദപുസ്തകാടിസ്ഥാനത്തിലുള്ള ഏക ക്രൈസ്തവ സഭ തങ്ങൾ മാത്രമാണെന്ന് അവകാശപ്പെടുന്നു. അതിന് തെളിവായി അവർ മാത്രം അന്യഭാഷയിൽ സംസാരിക്കുന്നു എന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ അവർ സംസാരിക്കുന്നത് അന്യഭാഷയല്ല, വെറും സൗണ്ട് തെറാപ്പി മാത്രമാണെന്ന് എൻ്റെ പഠനങ്ങൾ വ്യക്തമാക്കുന്നു എന്നതാണ് ഇന്നത്തെ സാക്ഷ്യം. രജനീഷ് എന്ന ഒരു സിദ്ധനെ കുറിച്ച് പലർക്കും അറിവുള്ളതാണല്ലോ. അദ്ദേഹം വലിയ സിദ്ധികൾ ഉള്ള ഒരു ആൾ തന്നെ ആയിരുന്നു. പാശ്ചാത്യ മിഷണറിമാർ രജനീഷിൻ്റെ ആശ്രമത്തിൽ വന്ന് താമസിച്ച് അദ്ദേഹത്തിൻ്റെ അത്ഭുത സിദ്ധികളെ, അതായത് ഹീലിംഗ് തെറാപ്പികളെ കോപ്പി അടിച്ച് ഉണ്ടാക്കിയതാണ് ഇന്നത്തെ പെന്തക്കോസ്ത് ധ്യാനവും സൗഖ്യ ശുശ്രൂഷകളും. രജനീഷിൻ്റെ ധ്യാന രീതി പെന്തക്കോസ്ത് സഭാ വിഭാഗങ്ങൾ പകർത്തിയിരിക്കുന്നു. ഈ ധ്യാനം മ്യൂസിക് സൗണ്ട് ഹിപ്നോ തെറാപ്പിയുടെ അടിസ്ഥാനത്തിലാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഹിപ്നോ തെറാപ്പിയുടെ ആദ്യപടി തൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരെ തൻ്റെ ആജ്ഞയ്ക്ക് വിധേയരാക്കുക എന്നതാണ്. അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് പാട്ട് ഉച്ചത്തിൽ പാടിക്കുന്നു. അതിനിടയിൽ പ്രത്യേക രീതിയിൽ ശബ്ദമുണ്ടാക്കുന്നു. അത് അന്യഭാഷയാണെന്ന് വ്യാഖ്യാനിക്കുന്നു. ഇത് മനഃശാസ്ത്രപരമായ ഒരു സമീപനം മാത്രമാണ്. എന്നാൽ ഈ പ്രവൃത്തി മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുവാനും മനസ്സിൽ ഇടിച്ചു കയറുന്ന ശബ്ദങ്ങൾ അവരിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനും ശക്തിയുള്ളതും ആകുന്നു. ഇതിൽ പരിശുദ്ധാത്മാവിൻ്റെ യാതൊരു സ്പർശവും ഇല്ല. പരിശുദ്ധാത്മാവിനെ വഞ്ചിച്ചുകൊണ്ടുള്ള പ്രവൃത്തിയാണ് ഇവർ ചെയ്യുന്നത്. ഈ തെറാപ്പി ശുശ്രൂഷ വഴി പല രോഗങ്ങളും സൗഖ്യമാക്കുവാൻ സാധിക്കും എന്നത് വാസ്തവമാണ്. വളരെ മാനസിക രോഗികളാക്കുവാനും ഇത് മുഖാന്തരമാകുന്നുണ്ട്. ഭാഷകൾ 2 വിധമുണ്ടെന്ന് വിശുദ്ധനായ പൗലോസ് പഠിപ്പിക്കുന്നു. മനുഷ്യൻ്റെ ഭാഷയും ദൂതന്മാരുടെ ഭാഷയും. 1 കൊരിന്ത്യർ 13:1 ഇത് വ്യക്തമാക്കിയിരിക്കുന്നു. മാത്രമല്ല, പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും എന്ന് എഴുതിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 13:8. അപ്പോസ്തല കാലത്തിന് ശേഷം സഭയിൽ അന്യഭാഷ ഇല്ലായിരുന്നു എന്നത് ചരിത്രപരമായ സത്യമാണ്. അന്യഭാഷ അപ്പോസ്തലന്മാർക്ക് സുവിശേഷ വേലയ്ക്കായി നൽകിയ കൃപാവരമാണ്. ലോകമൊക്കെയിലും യാത്ര ചെയ്ത് സുവിശേഷം പ്രസംഗിക്കുന്നതിനുള്ള വരം ദൈവം അവർക്ക് നാവിന്മേൽ കൊടുത്ത കൃപാവരമാണ് അന്യഭാഷ. അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്നവർക്ക് അവരവരുടെ സ്വന്തം ഭാഷയിൽ അത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്നത്രേ അതിൻ്റെ പ്രത്യേകത. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് അതിനെ ദൂതന്മാരുടെ ഭാഷ എന്ന് പൗലോസ്ലീഹ വിളിക്കുന്നത്. പെന്തക്കോസ്തുകാരുടെ അന്യഭാഷ മനുഷ്യരുടെ ഭാഷയോ ദൂതൻ്റെ ഭാഷയോ അല്ല. അത് അർത്ഥമില്ലാത്ത ജൽപ്പനങ്ങൾ മാത്രമാണ്. അത് കേവലം മ്യൂസിക് സൗണ്ട് തെറാപ്പിയാണ്. പരിശുദ്ധാത്മാ വഞ്ചനയുമാണ്. തെറാപ്പിയുടെ ശക്തി പരിശുദ്ധാത്മ ശക്തി എന്ന വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇവരെ കർത്താവ് അറിയുന്നില്ല. ഇത് അധർമ്മ പ്രവൃത്തിയാണ് എന്ന് കർത്താവ് തന്നെ കൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ ജ്ഞാനം ആവശ്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വചനം പഠിച്ച് ജ്ഞാനികളാകുവാനായി ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. ഇങ്ങനെയുള്ളവരെ കർത്താവ് അറിയുന്നില്ല എന്നത്രേ ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും ശ്രദ്ധിച്ച ഏവർക്കും നന്ദി. തന്നെ കൊട്ടച്ച്.